ഊരും പേരും അറിയാത്ത പെണ്ണിനു വേണ്ടി എത്ര വർഷം നീ കാത്തിരിക്കുമെന്ന്. അച്ഛൻ്റെയും അമ്മയുടെയും വേദന നിറഞ്ഞ മുഖം കണ്ട് ആദ്യമായി വിഷമം തോന്നി. ജീവിതത്തിൽ ആദ്യമായാണ് അവർ ഒരു കാര്യം തന്നോട് അപേക്ഷിക്കുന്നത്. നെഞ്ച് നേറിക്കൊണ്ടാണ് ആ വിവാഹത്തിന് സമ്മതിച്ചത്. പെണ്ണ് കാണാൻ പോലും താൻ പോയില്ല. വളരെ പെട്ടെന്നായിരുന്നു വിവാഹം. വിവാഹമെന്ന് പറയാൻ പറ്റില്ല. താലി മാത്രം ചാർത്തി അവിടുന്ന് മാറി നിൽക്കുകയായിരുന്നു. സീമന്തരേഖയിൽ സിന്ദൂരം പോലും ചാർത്തിയില്ല. അവൾ സ്വയമാണ് ചാർത്തിയതെന്ന് പിന്നീട് അമ്മ വഴക്കു പറയുന്നതിനിടയിൽ പറഞ്ഞിരുന്നു. അവളോട് ദേഷ്യമോ വെറുപ്പോ ഒന്നും തോന്നിയില്ല. അവൾ തനിക്ക് ആരുമല്ലെന്ന് തോന്നലായിരുന്നു. അതുകൊണ്ടാണ് ഇല്ലാത്ത ഷൂട്ടിൻ്റെ പേര് പറഞ്ഞ് കുടകിലുള്ള ഫാർമിൽ പോയി 3 മാസം താമസിച്ചത്. തിരികെ വന്നപ്പോൾ കണ്ടു തന്നെ പ്രതീക്ഷയോടെ നോക്കുന്ന ആ മുഖത്തെ. പക്ഷേ അവൾക്കൊരിക്കലും പ്രതീക്ഷ നൽകാൻ തോന്നിയില്ല. ഇടയ്ക്കെപ്പോഴോ ശ്രേയയ്ക്കൊപ്പം ഒരു ചിത്രത്തിൻ്റെ വിജയാഘോഷത്തിൻ്റെ പാർട്ടിക്കിടയിൽ വെച്ചാണ് അല്പം കൂടുതൽ മദ്യം കഴിക്കുന്നതും ശ്രേയയോട് എന്തൊക്കെയോ പറഞ്ഞതും. അവളത് മുതലെടുക്കുമെന്ന് തോന്നിയില്ല. വൈദു ഇറങ്ങിപ്പോയപ്പോൾ വല്ലാത്ത സമാധാനമായിരുന്നു. അന്ന് അവളെ കാണാൻ വീട്ടിലേക്ക് പോയപ്പോൾ കരഞ്ഞ് കണ്ണൊക്കെ കലങ്ങിയിരിക്കുന്നത് കണ്ട് നെഞ്ചിൽ വേദന തിങ്ങി നിറഞ്ഞു. പക്ഷേ മനസ്സിൽ ഒരുവൾ ഉറച്ചു പോയതുകൊണ്ട് മനഃപൂർവ്വം ഉപേക്ഷിക്കേണ്ടി വന്നു. അന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ അവളിപ്പോൾ കൂടെ ഉണ്ടാകുമായിരുന്നു. ഇന്നലെയാണ് അമ്മ അറിഞ്ഞത് എന്ന് മിലിയാണ് വൈദു എന്ന്. അവളുടെ റൂമിലിരുന്ന ഡയറി അമ്മയുടെ കൈതെറ്റി നിലത്ത് വീണു. അതിൽ നിന്നും കുറേ കത്തുകൾ നിലത്ത് ചിതറിക്കിടന്നു. തിരിച്ചെടുത്ത് വെക്കുമ്പോഴായിരുന്നു അതിലെ പേര് കണ്ടത്. അതിലെ കൈയക്ഷരം വിക്കിയുടേതാണെന്ന് തിരിച്ചറിവിൽ രാധിക ഞെട്ടിത്തെറിച്ചുപോയി. തൻ്റെ മകനൊരു ഭ്രാന്തനെ പോലെ അലഞ്ഞ അവൻ്റെ പ്രണയിനി വൈദുവായിരുന്നു. ഒന്നും ചെയ്യാനാകാതെ രാധിക സ്തംഭിച്ചുപോയി. താൻ അന്വേഷിച്ച് നടന്ന തൻ്റെ പ്രണയിനി തന്നെയായിരുന്നു വൈദു എന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. അറിഞ്ഞപ്പോഴേക്കും അവൾ ഒരുപാട് ദൂരേക്ക് പോയിരുന്നു. വിക്കി ഇരുകൈയും കൊണ്ട് മുഖം പൊത്തി കരഞ്ഞു. കൺകോണിലൂടെ മിഴിനീർ ഒലിച്ചിറങ്ങി. നെഞ്ചാകെ കനത്ത വേദന പോലെ, തൊണ്ടക്കുഴിയിൽ എന്തോ ഇരുന്ന് തിങ്ങുന്നത് പോലെ. മനസ്സിലെ ഭാരം ഇറക്കി വെക്കാനായി വൈദു അനുവിനോടും സഞ്ജുവിനോടും എല്ലാ കാര്യവും തുറന്നു പറഞ്ഞു. ഇരുവരും അവിശ്വസത്തോടെ അവളെ നോക്കി. വൈദു, ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയുമോ? സഞ്ജു ഗൗരവത്തോടെ അവളോട് ചോദിച്ചു. ഞാൻ നിന്നോട് എപ്പോഴെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടോ സഞ്ജു? ആ കത്തുകളുടെ ഉടമയോട് നിനക്ക് എന്തെങ്കിലും ഫീലിങ്സ് തോന്നിയിരുന്നോ? വൈദു നെടുവീർപ്പോടെ അവനെ നോക്കി. ഒരിക്കലുമില്ല. എൻ്റെ മനസ്സിൽ ഇതുവരെ പ്രണയം ഉണ്ടായിട്ടില്ല സഞ്ജു. എൻ്റെ എഴുത്തിനോടുള്ള ഇഷ്ടം മാത്രമായി കണക്കാക്കാനാണ് എനിക്കെന്നും ഇഷ്ടം. അയാളോടൊപ്പം ഞാൻ ഒരു ജീവിതം ആഗ്രഹിച്ചിരുന്നു. പക്ഷേ വൈകിപ്പോയി. നിഷ്കരണം തള്ളിപ്പറഞ്ഞിട്ട് പോയവന് ഇനി എൻ്റെ ജീവിതത്തിൽ സ്ഥാനമില്ല, വൈദു ഉറപ്പോടെ പറഞ്ഞു. എന്നാൽ ഈ ഡോക്ടർ പുലിയാട്ടോ, അങ്ങറെ വാലടിച്ചു മടക്കിയില്ലേ? സഞ്ജു താടിക്ക് കൈകൊടുത്തുകൊണ്ട് പറഞ്ഞു. വൈദുവിന് അപ്പോൾ തന്നെ ഗാഠമായി ചുംബിച്ച വിക്രത്തിൻ്റെ ഹൃദയതാളം ഓർമ്മ വന്നു. അന്നേരം ക്രമാതീതമായി മിടിക്കുന്നുണ്ടായിരുന്നു അവൻ്റെ ഹൃദയം. ആ കണ്ണുകളിൽ കണ്ട ഭാവം എന്തായിരുന്നു? തൻ്റെ മറുപടി കേൾക്കാൻ നിൽക്കുകയല്ലായിരുന്നോ? എന്തായാലും പഴയതൊക്കെ നീ മറന്നു കളഞ്ഞ് ഡോക്ടറിനൊപ്പം നന്നായി ജീവിക്കാൻ നോക്ക് വൈദു. എത്രയായാലും വിക്രത്തെ പോലെയല്ല ഡോക്ടർ. സ്വന്തമായ നിലപാടും നട്ടെല്ലും ഉണ്ട്. ഒരിക്കലും നിന്നെ പാതി വഴിയിൽ ഇറക്കി വിടില്ല, അനു അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ദിവസങ്ങൾ പോയി മറഞ്ഞു. വിവാഹത്തിന് ഇനി 3 ദിവസങ്ങൾ മാത്രം ബാക്കി. ദിവസങ്ങൾ അടുക്കുംതോറും വൈദുവിൻ്റെ മനസ്സിൽ ഓരോന്ന് തികട്ടി വന്നുകൊണ്ടിരുന്നു. എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചാലും താൻ ഒരിക്കൽ വിവാഹിതയായിരുന്നു എന്നോർക്കുമ്പോൾ അവൾക്ക് മനസ്സിൽ ഒരു അപകർഷതാബോധം വരും. വൈദു, ദേ പാർലറിൽ പോകണ്ടേ? ദിയ റൂമിലേക്ക് കയറി വന്നുകൊണ്ട് ചോദിച്ചു. കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ ദിയെ അവൾക്ക് നല്ലൊരു ഏട്ടത്തിയായും ഉണ്ണിയമ്മയ്ക്ക് പ്രിയപ്പെട്ട മകളായും മാറിക്കഴിഞ്ഞു. എന്താ കുട്ടി ഇത് ഇങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കുന്നത്? മറ്റന്നാളാണ് നിന്റെ വിവാഹം. ദാ ഇപ്പം അവർ വിളിച്ചിരുന്നു, വാ. ദിയ അവളുടെ തലയിൽ തഴുകിക്കൊണ്ട് ചോദിച്ചപ്പോൾ വൈദു ദിയയുടെ വയറിലേക്ക് മുഖം ചായച്ചു കെട്ടിപ്പിടിച്ചിരുന്നു. ദിയ ഒരു പകപ്പോടെ അവളുടെ അടുത്തേക്കിരുന്ന് ചേർത്ത് പിടിച്ചു. പിന്നെ അവളുടെ മുഖമുയർത്തി അലിവോടെ അവളെ നോക്കി. പേടിയാണോ വൈദുവിന്? പഴയതൊക്കെ വീണ്ടും ആവർത്തിക്കില്ല കുട്ടി. ഇതുവരെയുള്ളതിൽ വെച്ച് നിനക്ക് ഡോക്ടറിനെ മനസ്സിലായില്ലേ? അറിയില്ല ചേച്ചി. പേടിയാണോ ഭയമാണോ ഒന്നും അറിയില്ല. ഒരിക്കൽ സംഭവിച്ചതൊക്കെ ഓർക്കുമ്പോൾ ഉള്ളിലൊരു പേടി. മറ്റൊരു വീടിൻ്റെ മരുമകളായി പടി കടന്ന് ചെല്ലുമ്പോൾ എല്ലാ പെൺകുട്ടികൾക്കും തോന്നുന്ന പേടിയായിരിക്കാം വൈദു. വിക്രത്തിൻ്റെ വീട്ടുകാരെ എനിക്ക് നന്നായി അറിയാം. എൻ്റെ ചേച്ചി ഒരു രാജകുമാരിയെ പോലെ ജീവിക്കേണ്ട വീടായിരുന്നു. പക്ഷേ ഇതേ നോക്ക്, സന്തോഷത്തോടെ ഇരിക്കേണ്ട ഓരോ നിമിഷവും നീ ഇങ്ങനെ മൂഡ് ഓഫ് ആയിരുന്നു നശിപ്പിക്കല്ലേ. നമുക്ക് പാർലറിലൊക്കെ പോയി സുന്ദരിയാവണ്ടേ? അവളുടെ താടിത്തുമ്പിൽ പിടിച്ചുകൊണ്ട്
ദിയ കൊഞ്ചിച്ചു പറഞ്ഞപ്പോൾ വൈദു ചിരിച്ചുപോയി. ദിയയ്ക്കൊപ്പം അവൾ താഴേക്ക് വരുമ്പോൾ രാധികയും രാംഗോപാലും ഉണ്ടായിരുന്നു അവിടെ. വൈദു ഓടി രാധികയുടെ മാറിൽ ചാഞ്ഞു. അത് കണ്ട് ഗോപാൽ ചിരിയോടെ നോക്കി. രാധികെ, ഈ പെണ്ണ് 2 ദിവസമായി മൂടിക്കെട്ടിയിരിക്കാൻ തുടങ്ങിയിട്ട്. ഉണ്ണിയമ്മ പരാതി പറഞ്ഞപ്പോൾ രാധികയെ അവളെ ആണോ എന്ന ഭാവത്തിൽ നോക്കി. അത് വേറൊന്നുമല്ല ആൻറ്റി, അവൾക്ക് ചെറിയൊരു പേടി. പണ്ടത്തെ അനുഭവങ്ങളൊക്കെ അങ്ങനെയുള്ളതായിരുന്നല്ലോ. എൻ്റെ പെണ്ണെ, നിനക്ക് ഇതുവരെ വിക്രത്തെ മനസ്സിലായില്ലേ? നീ കളഞ്ഞിട്ട് പോയാലും അവൻ നിന്നെ വിടില്ല. രാധിക കുറുമ്പോടെ പറഞ്ഞപ്പോൾ വൈദുവും ചിരിച്ചുപോയി. എന്നാൽ നിങ്ങൾ പോയിട്ട് വാ, ഇവൻ്റ് മാനേജ്മെൻറ്റുകാർ ഇപ്പോൾ എത്തുമെന്ന് പറഞ്ഞു. രാധിക ദിയയോട് പറഞ്ഞു. അവരോടൊക്കെ യാത്ര പറഞ്ഞ് വൈദുവിനെയും കൂട്ടി ദിയ ഇറങ്ങി. ദിയ അവളുടെ കാറ് കൊണ്ടുവന്നിരുന്നു. അതിലാണ് പോയത്. ദിയയുടെ ഫ്രണ്ടിൻ്റെ പാർലറിലാണ് അവർ പോയത്. എല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോൾ ഉച്ചയോടടുത്തിരുന്നു. വഴിയിൽ ദിയ കാറ് നിർത്തിയപ്പോൾ വൈദു അവളെ നോക്കി. നിന്നെ കൊണ്ടുപോകാനുള്ള ആൾ വന്നിട്ടുണ്ട്. ദേ നോക്ക്. തൊട്ടു മുന്നിലായി കിടക്കുന്ന കാറിൽ ചാരി നിൽക്കുന്ന വിക്രത്തെ കാണിച്ചുകൊണ്ട് ദിയ കള്ളച്ചിരിയോടെ പറഞ്ഞപ്പോൾ വൈദു മുഖം വീർപ്പിച്ചു. എടി പെണ്ണെ, കൂടെ ചെന്നില്ലെങ്കിൽ ആ ചെക്കൻ എന്നെ തട്ടും. പൊയ്ക്കോ. പ്ലാനിങ് ആയിരുന്നല്ലേ? അതെ, നിന്റെ മൂഡ് ഓഫ് മാറ്റണമെങ്കിൽ അവൻ വിചാരിച്ചാൽ മാത്രമേ സാധിക്കൂ. പോയി പഴയ വൈദുവെ തിരിച്ചു വാ. അവളുടെ കവളിൽ തട്ടിക്കൊണ്ട് ദിയ പറഞ്ഞു. വൈദു ഡോറ് തുറന്നിറങ്ങി മുന്നോട്ട് നടന്നു. കുട പിടിച്ചിട്ടുണ്ടായിരുന്നു അവൾ. മുഖത്തെന്തടി? അവർ കൺസ്ട്രക്ഷൻ പണി നടത്തുമായിരുന്നു. മുഖത്തു മുഴുവൻ കുന്നും മലയും. അവളുടെ ചുവന്ന് തുടിത്തിരുന്ന മുഖക്കുരുവിൽ കുത്തിക്കൊണ്ട് വിക്രം ചോദിച്ചപ്പോൾ പെണ്ണൊന്ന് വിറച്ചുപോയി. വെയിലടിക്കാതെ ചെന്ന് കയറ, വിക്രം പറഞ്ഞപ്പോൾ വൈദു പെട്ടെന്ന് പോയി ഡോറ് തുറന്ന് കയറിയിരുന്നു. അന്നത്തെ ആ ചുംബനം ഓർക്കുമ്പോൾ ഇപ്പോഴും അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ മടിയാണ്. പക്ഷേ അവനൊരു കുലുക്കവുമില്ല എന്നത് അവളെ അത്ഭുതപ്പെടുത്തി. ഇങ്ങേർക്കിതിൽ വല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു? കോളേജിൽ ആരുവേ പ്രേമമായിരുന്നല്ലോ. അവളെ ഇനി ഇതുപോലെ. അതോർത്തതും വൈദു അവനെ ദേഷ്യത്തോടെ നോക്കി. വിക്രം അവളുടെ മുഖത്ത് നോക്കി എന്താണെന്ന് ചോദിച്ചു. അവൾ ഒന്നുമില്ലെന്ന് പറഞ്ഞ് നേരെയിരുന്നു. എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചാൽ ചാടിക്കടിക്കാൻ വരുമെന്ന് അറിയാവുന്നതുകൊണ്ട് വൈദു മിണ്ടാതെയിരുന്നു. ഒരു 2 നില വീടിൻ്റെ മുന്നിലാണ് അവൻ കാർ നിർത്തിയത്. അതിൻ്റെ മുന്നിൽ ഡോക്ടർ സന ഫാത്തിമ സൈക്കോളജിസ്റ്റ് എന്ന ബോർഡ് കണ്ട് അവൾ അവനെ തുറച്ചു നോക്കി. പിന്നെ അവൻ്റെ ഫ്രണ്ട് ആയിരിക്കുമെന്നോർത്ത് അവൾ മിണ്ടാതെയിരുന്നു. വാ, അവളെയും വിളിച്ചുകൊണ്ട് അവൻ ഗേറ്റ് തുറന്ന് അകത്ത് കയറി. കോളിംഗ് ബെൽ അടിച്ചപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ് വിക്രത്തിൻ്റെ പ്രായമുള്ള ഒരു പെൺകുട്ടി വന്ന് ഡോറ് തുറന്നു. വിക്രം, കയറി വാടാ. കണ്ടപാടെ അവൾ അങ്ങനെ വിളിച്ചപ്പോൾ വിക്രം ചൂളിപ്പോയി. വൈദുവിന് അത് കണ്ട് ചിരി വന്നു. വിക്രം സനയെ നോക്കി പല്ല് കടിച്ചു. യോ സോറി ചക്ക, ഇതാണ് നിൻ്റെ ആള്? വിക്രം തലയാട്ടി. കയറി വരണ്ടാളും. അവർ അകത്തേക്ക് കയറി. സോഫയിൽ ഇരിക്കാൻ പറഞ്ഞിട്ട് സന ജ്യൂസ് എടുക്കാനായിപ്പോയി. വിക്രു, വൈദു പതുക്കെ വിളിച്ചപ്പോൾ വിക്രം അവളെ നോക്കി കണ്ണുരുട്ടി. ഇനി അങ്ങനെ വിളിച്ചാൽ നിന്റെ സ്ക്രൂ ഞാൻ വരും. അതോടെ വൈദു വാപ്പൂട്ടി മിണ്ടാതെയിരുന്നു. അപ്പോഴേക്കും സന ജ്യൂസുമായി വന്നിരുന്നു. എന്നാലും എൻ്റെ വിക്രു, സോറി, സന നാക്ക് കുളിച്ചുകൊണ്ട് പറഞ്ഞു. വിക്രം, നിന്റെ മാരിച്ച് പെട്ടെന്ന് കാണുമെന്ന് ഞാൻ കരുതിയില്ല. എന്തൊരു ജാടയായിരുന്നു ചക്ക നിനക്ക്. സന ഒരു വായാടിയാണെന്ന് വൈദുവിന് മനസ്സിലായി. വിക്രം അവളുടെ മുന്നിൽ കൊമ്പൊടിഞ്ഞിരിക്കുന്നത് കാണാൻ നല്ല രസം തോന്നി വൈദുവിന്. അതെന്താടി, എനിക്ക് കെട്ടിക്കൂടെ? നിനക്ക് കെട്ടി 2 കുട്ടിയാവാമെങ്കിൽ എനിക്കും ആവാം. നീ എങ്ങനെ സഹിക്കുന്നു കൊച്ചി കാട്ടുപോത്തിനെ? സന ചോദിക്കുന്നത് കണ്ട് വൈദുവിന് ചിരി വന്നു. എൻ്റെ വിധി, വൈദു നെടുവീർപ്പോടെ പറഞ്ഞപ്പോൾ സന ചിരിച്ചുപോയി. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നീ വന്നേ, എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. വിക്രം ഗൗരവത്തോടെ സനയോട് പറഞ്ഞപ്പോൾ വൈദുവും അവനെ നോക്കി. ഉർവശി ഇവിടെ ഇരിക്കുക, ഇപ്പോൾ വരാം. വിക്രം സനയെയും കൂട്ടി ലോണിലേക്ക് പോയി. അവർ ഇരുവരും പരസ്പരം സീരിയസ് ആയി എന്തോ സംസാരിക്കുന്നത് വൈദു കണ്ടിരുന്നു. വൈദു പിന്നെ അവിടെ വെച്ചിരുന്ന ഫോട്ടോസിലൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. 2 കുഞ്ഞുങ്ങളോടും ഒരു പുരുഷനോടും ഒപ്പം നിൽക്കുന്ന സനയെ കണ്ട് അതാണ് അവളുടെ ഫാമിലി എന്ന് വൈദുവിന് മനസ്സിലായി. അവർ തിരിച്ചു വന്നപ്പോൾ സന വൈദുവിനെയും വിളിച്ചുകൊണ്ട് അവളുടെ റൂമിലേക്ക് കൊണ്ടുപോയി. അവിടെയുണ്ടായിരുന്ന ബാൽക്കണിയിലായിരുന്നു അവർ നിന്നത്. അരമണിക്കൂറിന് ശേഷം തെളിഞ്ഞ മുഖത്തോടെ വൈദു ഇറങ്ങി വന്നു. പിന്നാലെ വന്ന സന അവന് നേരെ കണ്ണു ചിമ്മി കാണിച്ചു. അപ്പോൾ ഉർവശിക്ക് പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ. ഇപ്പോൾ പേടിയുണ്ടോ? ആശങ്കയുണ്ടോ? ഇല്ല, വൈദു ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. അത് കണ്ട് വിക്രത്തിൻ്റെ മുഖം വിടർന്നു. അവർ ഇരുവരും യാത്ര പറഞ്ഞിറങ്ങി. കാറിലിരിക്കുമ്പോൾ പലവട്ടം വൈദുവിൻ്റെ നോട്ടം അവനിലേക്ക് പാറി വീണു. വിക്രം കാർ ഒരു സൈഡിലേക്ക് ഒതുക്കി. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാനൊന്ന് ഹഗ് ചെയ്തോട്ടെ?
അവൾ അങ്ങനെ ചോദിച്ചപ്പോൾ അവന് നന്ദം വിട്ടിരുന്നു. പിന്നെ പതുക്കെ തലയാട്ടി. വൈദു അവൻ്റെ നെഞ്ചിൽ മുഖമമർത്തി വെച്ച് അവനെ പുണർന്നു. വിക്രത്തിൻ്റെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞു പോകുന്നത് പോലെ. താങ്ക്സ്, എൻ്റെ മനസ്സിലെ മുഴുവൻ ആശങ്കകളെയും തുടച്ചു നീക്കിയതിന്. അവൻ അവളെ ചേർത്ത് പിടിച്ചിരുന്നു. കുറച്ചു കഴിഞ്ഞ് വൈദു നേരെയിരുന്നു. അന്നത്തെ കിസിൻ്റെ ഹാങ് ഓവർ മാറിയോ? കവളിൽ നാവ് കൊണ്ട് നെല്ലിക്കാഗോളമുണ്ടാക്കി അവനത് പറഞ്ഞപ്പോൾ വൈദു പിടച്ചിലോടെ നോട്ടം മാറ്റി. ഇനി ഹാങ് ഓവർ ഇങ്ങനെ തന്നെ ഉണ്ടാവും. പറഞ്ഞു തീരും മുൻപേ അവളെ ചേർത്ത് പിടിച്ചിരുന്നു വിക്രം. വൈദു മിഴിഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി. പക്ഷേ ഇത്തവണ പതിവിനു വിപരീതമായി അവളുടെ കോളർ ബോണിലാണ് അവൻ്റെ ചുണ്ടുകൾ പതിഞ്ഞത്. വൈദു ഒന്ന് ഏങ്ങിപ്പോയി. അവൻ നേരെ ഇരുന്ന് അവളെ നോക്കി. വർദ്ധിച്ച ഹൃദയമിടിപ്പടക്കാനാവാതെ അവനെ നോക്കുകയായിരുന്നു അവൾ. കൂടുതൽ ചിത്രപ്പണി നടത്തിയ ബ്യൂട്ടീഷ്യൻ കാണും, പിന്നെ ഓരോന്ന് കുത്തി ചോദിക്കും. അതുകൊണ്ട് തൽക്കാലം ഇത് മതി. ഇനി ഇതിൻ്റെ ഹാങ് ഓവർ മാറാൻ 2 ദിവസം. അന്ന് കല്യാണം, പിന്നെ അന്ന് രാത്രി മൊത്തം ഹാങ് ഓവർ ആയിരിക്കുമല്ലോ. വൈദു മുഖം പൊത്തി തിരിഞ്ഞിരുന്നു. വെറുതെ അല്ല നിങ്ങൾ ഷുഗറിൻ്റെ ഡോക്ടറായത്. അയ്യേ, വൈദു ചമ്മലോട് പറഞ്ഞപ്പോൾ വിക്രം പുച്ഛത്തോടെ അവളെ നോക്കി. നീ ഇനിയും കുറേ അറിയും മോളെ, താങ്ങില്ല. വിക്രം അതും പറഞ്ഞ് വണ്ടിയെടുത്തപ്പോൾ വൈദു ഉമ്മിനീരിറക്കി അവനെ നോക്കി. വീട്ടിൽ ചടങ്ങൊഴിഞ്ഞിരിക്കുന്ന വിക്കിയെ രാധിക നെടുവീർപ്പോടെ നോക്കി. ഇനി പഴയ കാര്യങ്ങളിൽ യാതൊന്നും തന്നെ അവനോട് സംസാരിക്കില്ലെന്ന് രാധിക ഉറപ്പിച്ചിരുന്നു. ഇന്നാണ് ശ്രീലകത്ത് ഹൽദി ആഘോഷം. റാം ഗോപാലും രാധികയും റെഡിയായി പോകാനിറങ്ങി. വൈദുവിനെ വിളിച്ചുകൊണ്ട് പോകുന്നത് അവരാണ്. നീ വരുന്നുണ്ടോ വിക്കി? വെറുതെയെങ്കിലും രാധിക അവനോട് ചോദിച്ചു. കൊള്ളാം, ആദ്യ ഭാര്യയുടെ 2ാം വിവാഹത്തിന് മുൻ ഭർത്താവിനെ ക്ഷണിക്കാൻ നിനക്ക് നാണമില്ലേ രാധു? ഈർഷ്യയോടെ ഗോപാൽ പറഞ്ഞു. വിക്കി ഒന്നും മിണ്ടാതെ മുകളിലേക്ക് കയറിപ്പോയി. ഉടനെ തന്നെ ഡ്രസ്സ് മാറി വരികയും ചെയ്തു. എൻ്റെ കോളേജ് മേറ്റിൻ്റെ വിവാഹത്തിന് എനിക്ക് പങ്കെടുക്കാം, അതിൽ തെറ്റുണ്ടോ അച്ഛാ? വിക്രം പുച്ഛത്തോടെ പറഞ്ഞപ്പോൾ ഗോപാൽ ദേഷ്യത്തോടെ കാറിൽ പോയിരുന്നു. വിക്കി, നീ വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, രാധിക അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്തിന്? എന്നെ വേണ്ടെന്ന് മുഖത്ത് നോക്കി പറഞ്ഞവളോട് എനിക്കിപ്പോൾ ഒന്നും തോന്നുന്നില്ല. വാക്കുകൾ ഇടറിയെങ്കിലും ഉറപ്പോടെയാണ് അവൻ പറഞ്ഞത്. പിന്നെ തർക്കിക്കാൻ നിൽക്കാതെ രാധിക വീട് പൂട്ടി ഇറങ്ങി. വിക്കിയായിരുന്നു ഡ്രൈവ് ചെയ്തത്. ഗോപാൽ വലിഞ്ഞു മുറുകിയ മുഖത്തോടെ ഇരിക്കുന്നുണ്ട്. സഞ്ജുവും അനുവും വന്നിട്ടുണ്ട്. ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നവനെ കണ്ട് സഞ്ജു കിളിവാറി അനുവിനെ വിളിച്ചു. എടീ, അതാരാ നോക്കി? സഞ്ജു ചൂണ്ടിക്കൊണ്ട് പറഞ്ഞപ്പോൾ അനു അങ്ങോട്ടേക്ക് നോക്കി. ഇയാളിനി പ്രശ്നത്തിൽ വന്നാണോ സഞ്ജു? ആയിരിക്കില്ല. എങ്കിൽ ആൻറ്റി കൊണ്ടുവരില്ലല്ലോ. എന്നാലും നല്ല കോമഡി ആയിട്ടുണ്ട്. മുൻ ഭാര്യയുടെ ഹൽദി ചടങ്ങിന് ഡ്രൈവർ പണി. സഞ്ജു ചിരി പൊട്ടി പറഞ്ഞപ്പോൾ അനു അവനെ തറപ്പിച്ചു നോക്കി. അതിലുള്ള കൊരങ്ങ. രാധിക ആദ്യം തന്നെ എല്ലാവരോടും പറഞ്ഞിരുന്നു വിക്രം കാറിലുണ്ടെന്ന്. ചന്തു പിന്നെ വെറുതെ ഒരു മുഷിച്ചിലുണ്ടാക്കേണ്ടെന്ന് കരുതി അവനോട് പോയി അകത്തേക്ക് വരാൻ ക്ഷണിച്ചു. വിക്കി കുഴപ്പമില്ല, ഇവിടെ ഇരിക്കുന്നോളാമെന്ന് പറഞ്ഞു. സഞ്ജുവും മനുവും അവനെ എറുകണ്ണിട്ട് നോക്കി നിൽക്കുന്നത് കണ്ട് വിക്കിക്ക് ചിരി വന്നു. അവൻ കാറിൽ നിറഞ്ഞിറങ്ങി ചാരി നിന്നു. ഒളിഞ്ഞു നോക്കണ്ട, ശരിക്ക് കണ്ടോ? വിക്കി ചിരിയോടെ പറഞ്ഞപ്പോൾ സഞ്ജു പുച്ഛിച്ചു. നോക്കാൻ എന്തിരിക്കുന്നു? കൊന്നത്തെങ്ങ് പോലെ പൊക്കവും കരിഞ്ഞുള്ളിവട പോലത്തെ മുടിയും. സഞ്ജു അങ്ങനെ പറഞ്ഞപ്പോൾ വിക്കി കണ്ണുമിഴിച്ച് അവനെ നോക്കി. എന്നിട്ട് സ്വയം ഒന്ന് നോക്കി. അനുവിന് ചിരി വന്നു. പൊതുവെ ഇപ്പോൾ സഞ്ജുവിന് വിക്കിയെ കണ്ണിന് നേരെ കണ്ടുകൂടാ. അപ്പോഴേക്കും ദിയയ്ക്കൊപ്പം അകത്തുനിന്ന് ഇറങ്ങി വരുന്നവളെ നോക്കി വിക്കി ശ്വാസം വിലങ്ങി നോക്കി നിന്നു. മഞ്ഞയും ഓറഞ്ചും കലർന്നൊരു ധാവണിയായിരുന്നു അവളുടെ വേഷം. നീളമുള്ള മുടി പിന്നിയിട്ട് ഒരു വശത്ത് ഇട്ടതിൽ പൂക്കൾ കൊണ്ടൊക്കെ കുത്തിവെച്ചിട്ടുണ്ട്. നെറ്റിച്ചുട്ടിയും മാലയും കമ്മലും ഒക്കെ പൂക്കൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കയ്യിൽ മഞ്ഞയും ഓറഞ്ചും കലർന്ന കുപ്പിവള. മുറ്റത്ത് കാറിൽ ചാരി നിന്ന് നോക്കുന്നവനെ കണ്ട് കാലുകൾ കൂച്ചുവിലങ്ങിട്ടതുപോലെ നിന്നുപോയി അവൾ. ദിയെ അവളുടെ കയ്യിൽ അമർത്തി പിടിച്ചു. രാധികാൻ്റെയും ഗോപാലങ്കിൻ്റെയും മകൻ. ആ ബന്ധം മാത്രം ഓർത്താൽ മതി വൈദു, മറ്റൊന്നും ആലോചിക്കരുത്. ദിയെ അവളോട് പറഞ്ഞപ്പോൾ വൈദു തലയാട്ടി. മനസ്സിൽ അപ്പോഴേക്കും അവളെ കലിപ്പിച്ചു നോക്കുന്ന അവളുടെ ഡോക്ടറിൻ്റെ മുഖം വൈദു അറിയാതെ ഉമിനീറാക്കിപ്പോയി. വിക്രം ഡ്രൈവിംഗ് സീറ്റിലിരുന്നു. കോ ഡ്രൈവർ സീറ്റിൽ ഗോപാലും, പിറകിൽ രാധികയും വൈദുവും അനുവും. അനുവിനെ വലിച്ച് കാറിലിട്ടതാണ് വൈദു. സഞ്ജുവും ചന്തുവും ഉണ്ണിയമ്മയും ദിയും അവളുടെ കാറിൽ പിന്നാലെയുണ്ടായിരുന്നു. വിക്കി ഒരിക്കൽ പോലും വൈദുവിനെ നോക്കിയില്ല എന്നത് രാധികയ്ക്ക് ആശ്വാസമായിരുന്നു. ഇടയ്ക്കെപ്പോഴോ അവളിലേക്ക് നോട്ടം പാറി വീണ വിക്കി കണ്ടത് അനു എന്തോ ചെവിയിൽ പറഞ്ഞപ്പോൾ നാണത്തോടെ അവളെ നുള്ളുന്ന വൈദുവിനെയാണ്. ഒരിക്കൽ ഇങ്ങനെയൊക്കെ നടക്കണമെന്ന് അവളും ആഗ്രഹിച്ചു കാണില്ലേ? എൻ്റെ പേര് കുത്തിയ താലി കഴുത്തിൽ വീഴുമ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായി കാണില്ലേ?
നോവോടെ ഓർത്തു. ശ്രീലകത്തെ ഗേറ്റ് കടക്കുമ്പോൾ വൈദുവിൻ്റെ നെഞ്ചിടിപ്പേറിയിരുന്നു. ആ ഒരുവൻ്റെ സമീപനം തന്നെയാണ് അതിന് കാരണം. അവളുടെ കാട്ടുപോത്ത് ഡോക്ടറിൻ്റെ ഗംഭീരമായി തന്നെ അവിടെ ആകെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. മുറ്റത്തൊരു സ്റ്റേജുണ്ട്. അവിടെ വെച്ചാണ് ചടങ്ങുകൾ നടക്കുന്നത്. അവർ എത്തിയതും ആരതി താലമായി ലേഖയും വീണയും ചാരുവും വന്നിരുന്നു. ഹിരൺമയും അച്ഛനും ചെറിയച്ഛനും എല്ലാവരും മഞ്ഞ കുർത്തയും മുണ്ടുമാണ് വേഷം. ചാരു വൈദുവിൻ്റെ അതുപോലുള്ള ധാവണിയും. അമ്മമാർ മഞ്ഞ സാരിയും. ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങുന്നവനെ കണ്ട് അവരൊക്കെ തറഞ്ഞു നിന്നു. അവൻ പുറത്തിറങ്ങിയതും അവിടെയുള്ള ചെറുപ്പക്കാരും പെൺകുട്ടികളും അവൻ്റെ അടുത്തേക്ക് ഓടി വന്ന് പിന്നെ സെൽഫി എടുക്കലായി. എല്ലാവർക്കും അറിയേണ്ടത് വിക്കി വൈദുവുമായി എന്തു ബന്ധമെന്നാണെന്ന്. വൈദു രാധികയെ നോക്കി. രാധിക ഒന്നുമില്ലെന്ന് കണ്ണു ചിമ്മി. ലേഖയാകെ സ്തംഭിച്ചു നിൽക്കുകയാണ്. ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ഒന്നും അറിയില്ല വൈദുവിൻ്റെ വിവാഹം കഴിഞ്ഞതാണെന്നും വിക്കിയാണ് അവളുടെ ഭർത്താവായിരുന്നത് എന്നും. എല്ലാവരുടെയും കണ്ണുകൾ വിക്കിയിലേക്ക് നീണ്ടു. എൻ്റെ അച്ഛൻ്റെ ആത്മാർത്ഥ സുഹൃത്തിൻ്റെ മകളാണ് വൈദേഹി. അവളുടെ അച്ഛൻ മരിച്ചപ്പോൾ എൻ്റെ അച്ഛനെയും അമ്മയും ഏൽപ്പിച്ചിട്ടാണ് പോയത്. അതാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. വിക്കിയുടെ മറുപടി എല്ലാവരിലും ആശ്വാസം പകർന്നു. പിന്നെ മറ്റൊരു ബന്ധം കൂടിയുണ്ട്. വിക്രം അത് പറഞ്ഞ് വൈദുവിനെ നോക്കി. അവളുടെ നെഞ്ചിടിപ്പ് ക്രമാതീതമായി ഉയർന്നു. രാധികയെ അവനോട് അരുതെന്ന് കണ്ണു കാണിച്ചു. കല്യാണച്ചക്കൻ വിക്രം രാമകൃഷ്ണനും ഞാനും ഒരു കോളേജിൽ പഠിച്ചവരാണ്. വിക്കി അങ്ങനെ പറഞ്ഞപ്പോൾ വൈദു നെഞ്ചിൽ കൈവച്ച് ശ്വാസമെടുത്തു. സർ, അന്ന് ഈ കുട്ടിയുമായല്ലേ വിവാദമുണ്ടായിരുന്നത്? അന്ന് സാർ വൈഫാണെന്ന് പറഞ്ഞ് പോസ്റ്റ് ഒരാൾ എടുത്തു ചോദിച്ചപ്പോൾ വൈദു പകപ്പോടെ നോക്കിപ്പോയി. എന്നോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കാൻ ചിലർ ഉപയോഗിച്ചതാണ്. ഒരിക്കൽ ഒരാടിനു വേണ്ടി എടുത്തതാണ് ആ ഫോട്ടോസൊക്കെ. അതിൽ അഭിനയിക്കാനിരുന്ന കുട്ടിക്ക് സുഖമില്ലാതായപ്പോൾ വൈദേഹിയെ കൊണ്ട് എടുപ്പിച്ചതാണ്. ആ ആട് പുറത്തു വരാത്തത് കൊണ്ടാണ് ആ ഫോട്ടോ ഉപയോഗിച്ച് എനിക്കെതിരെ ആരോപണം ഉന്നയിച്ചത്. ഞങ്ങൾ വിവാഹം കഴിച്ചുവെങ്കിൽ നിയമപരമായ തെളിവ് വേണ്ടേ? ഞാൻ ഇപ്പോഴും സിംഗിളാണ്. നെഞ്ചു നീറുമ്പോഴും ചിരിയോടെ അവൻ പറഞ്ഞു.